നന്മയുടെയും സ്നേഹത്തിന്റെയും വിളംബരവുമായ ക്രിസ്മസ് ആഘോഷിച്ച വിശ്വാസികൾ ആഘോഷത്തിന് മുൻപായി പള്ളികളിൽ വിവിധങ്ങളായ ചടങ്ങുകൾ നടന്നു. തിരുക്കുമാരന്റെ ജനന തിരുനാളിൽ സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ നയിക്കണമേ. നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങളിൽ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. തിരുപ്പിറവിയുടെ പ്രഖ്യാപനം പാതിരാ കുർബാനയിൽ വൈദികർ വായിച്ചതോടെ പള്ളിമണികൾ മുഴങ്ങി. യേശുവിന്റെ ജനനത്തെ പരാമർശിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ പാരായണം ചെയ്തു. ക്രിസ്മസ് രാവ് സംഗീത സാന്ദ്രമായി. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ക്രിസ്മസ് ആഘോഷം വിശ്വാസികളിൽ ആശ്വാസം പകർന്നു. പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ ദേവാലയത്തിൽ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, സുൽത്താൻപേട്ട സെന്റ് സെബാസ്റ്റ്യൻ കത്തീഡ്രൽ ബിഷപ്പ് മാർ പീറ്റൽ അബിൻ അന്തോണിസ്വാമി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ കുർബാനകൾക്ക് സമാപനമായി. വിശ്വാസികൾ ഒരുമിച്ചുകൂടി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. ക്രിസ്മസ് ട്രീയിൽ സ്ഥാപിച്ച സമ്മാന പൊതികളുടെ വിതരണം, ക്രിസ്മസ് സൗഹൃദത്തിന് സമ്മാനം കൈമാറൽ എന്നിവയുമുണ്ടായി. അധികാരവും സമ്പത്തും ആയുധങ്ങളും ലോകത്തെ രക്ഷിക്കില്ല എന്ന സന്ദേശം കൂടി ക്രിസ്മസിനുണ്ട്. സഹനത്തിന്റെ പ്രതീകമായ യേശുദേവനെ സ്മരിച്ച് പാലക്കാട് ജില്ലയിലെ വിവിധ പള്ളികളിലും ഭവനങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. വടക്കഞ്ചേരി പള്ളിയിൽ രാത്രി കുർബാന നടന്നു. വികാരി ഫാദർ റെജി മാത്യു പെരുമ്പള്ളിൽ, കൈക്കാരൻ സണ്ണി നടയത്ത്, കൈക്കാരൻ ബാബു തെങ്ങുംപള്ളി, അസിസ്റ്റന്റ് വികാരി ജിബിൻ താക്കോൽക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയയിൽ ദശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ വന്നു. യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടഞ്ഞൂൽപുത്രനെ പ്രസവിച്ചു. അവനെ വെള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആളുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവിടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു.
നെന്മാറ ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്മസ് വർണ്ണശബളമായി. ഫാദർ സെബാസ്റ്റ്യൻ താമരശ്ശേരി നേതൃത്വം നൽകി. പ്രദക്ഷിണം, തീയൊഴിച്ചൽ, ക്രിസ്മസ് ട്രീ സമ്മാനദാനം എന്നീ ചടങ്ങുകൾ നടന്നു. പാപമാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിൻ്റെ പ്രകാശമായി കന്യകയിൽ നിന്ന് ജാതനായ അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജനന തിരുനാളിൽ സന്തോഷിക്കുന്ന ഞങ്ങളെ പ്രകാശത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കണമേ. നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങളിൽ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർഗ്ഗലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, നമ്മൾ വായിക്കണ്ടേ? എങ്ങനെ UTV ന്യൂസ്, പാലക്കാട്.